മക്കളെ എല്ലാവർക്കും മാഷൻ ടീച്ചറിന്റെ മറ്റൊരു പുതിയ വീഡിയോയിലോട്ട് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ആ ടീച്ചർ വീണ്ടും നിങ്ങളുടെ റിവിഷൻ ക്ലാസ്സുകളായിട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇന്ന് ടീച്ചർ പറയാനായിട്ട് പോകുന്നത് 4ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ EVS സെക്കൻഡ് ചാപ്റ്റർ ആണ് കേട്ടോ. അപ്പൊ നമ്മൾ മുന്നേ ഒരു ക്ലാസ്സിൽ ഒന്നാമത്തെ പാഠഭാഗം നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ വീഡിയോ കാണാത്ത മക്കൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, പെട്ടെന്ന് തന്നെ ആ വീഡിയോ കണ്ടുവരാം കേട്ടോ. അതിനുശേഷം മാത്രം എന്ത് ചെയ്യുക, നമ്മുടെ ഈ ഒരു ക്ലാസ് കാണാം. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി പറയാനായിട്ടുണ്ട്. നമ്മുടെ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന LSS പരീക്ഷയ്ക്കൊക്കെ തയ്യാറെടുക്കുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആവശ്യമായിട്ടുള്ള മക്കൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നമ്മൾ ഇവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ ഗ്രൂപ്പിന് ലിങ്ക് കൊടുക്കുക, ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യുക കേട്ടോ. അവിടെ നിങ്ങൾക്ക് ഡെയിലി നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യുന്ന ഒരുപാട് ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊക്കെ നമ്മൾ ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യും. അപ്പോൾ താല്പര്യമുള്ള മക്കൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നമ്മുടെ ആ ഒരു ഗ്രൂപ്പിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ. ഓക്കെ മക്കളെ, അപ്പം നമുക്ക് വേഗം നമ്മുടെ ക്ലാസ്സിലോട്ട് പോവാം അല്ലേ. അതിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോസ് കാണുന്ന മക്കൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ, വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന മറ്റു കൂട്ടുകാർ കൂടി എന്ത് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ നമുക്ക് നമ്മുടെ രണ്ടാമത്തെ പാഠഭാഗം എന്താണെന്നൊക്കെ നോക്കിയിട്ട് വരാം. അപ്പൊ നമ്മളെല്ലാവരും ഒരുവിധം പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരിക്കില്ലേ ചാപ്റ്റർ. ചില കൂട്ടുകാർക്കൊക്കെ ചിലപ്പോൾ നിങ്ങളുടെ സ്കൂളിൽ ആ ഒരു ചാപ്റ്റേഴ്സ് എടുത്തുകൊണ്ടേ ഇരിക്കുന്നുണ്ടാവുള്ളൂ. എങ്കിലും സാരല്ല, ടീച്ചർ എന്ത് ചെയ്യുക, അതിലുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു തരാം കേട്ടോ. അതായത് മക്കള് നിങ്ങളുടെ എക്സാമിന് വേണ്ടിയിട്ട് പഠിക്കേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ നമ്മൾ ആ ഒരു പാഠഭാഗത്ത് വേര് പടലങ്ങളെ കുറിച്ച് പഠിക്കുന്നില്ലേ? പ്രധാനമായിട്ടും 2 തരം വേര് പടലങ്ങളെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലേ. പേരുകളൊക്കെ മക്കൾക്ക് ഓർമ്മയുണ്ടായിരിക്കുമല്ലോ. ഓക്കെ, ഇവിടെ നോക്കിക്കേ മക്കളെ, ബോർഡിൽ ടീച്ചർ അതിന്റെ ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. 2 തരം അല്ലെ, 2 തരം വേര് പടലത്തിന്റെ ചിത്രം നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നോക്കിക്കേ, ഇതേതാണ്? താഴ്വേരാണോ നാരുവേരാണോ? താഴ്വേര് പടലമാണ് അല്ലെ. ഇതോ ഏതാണ്? നാരുവേര് പടലമാണ്. അപ്പൊ ഈ ഒരു 2 ഫിഗർ മക്കൾ ഓർത്തിരിക്കുക. നമുക്ക് മുന്നേ ഒരു പ്രാവശ്യം ഇതേ രീതിയിൽ തന്നെ മക്കൾക്ക് 2 വേര് പടലങ്ങളുടെയും ചിത്രങ്ങൾ തന്നിട്ട് ഓരോന്നിന്റെ പേര് ഐഡന്റിഫൈ ചെയ്ത് എഴുതാനായിട്ടുണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് ഇതേ കണക്ക് ചിത്രം തന്നിട്ട് അതിന്റെ പേര് നിങ്ങൾക്ക് എഴുതാനായിട്ട് പറയും. അപ്പൊ എന്ത് ചെയ്യാം, മാറിപ്പോവാതെ നോക്കുക കേട്ടോ. താഴ്വേര് പടലം, അതുപോലെ തന്നെ നാരുവേര് പടലം. അപ്പൊ ആദ്യം തന്നെ മക്കൾ പഠിക്കേണ്ടത് ആ 2 വേര് പടലങ്ങളുടെയും പേരുകളാണ്. നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ, താഴ്വേര് പടലം, നാരുവേര് പടലം. പിന്നെ മക്കൾ പഠിക്കേണ്ടത് എന്താന്ന് വെച്ചാൽ താഴ്വേര് പടലമുള്ള കുറച്ച് സസ്യങ്ങളുടെ പേരുകൾ പഠിക്കുക. അതുപോലെ തന്നെ നാരുവേര് പടലമുള്ള കുറച്ച് സസ്യങ്ങളുടെ പേരുകൾ മക്കൾ പഠിച്ചിരിക്കുക കേട്ടോ. അത് നമുക്ക് പട്ടികപ്പെടുത്താനായിട്ട് തരാറുണ്ട്. എങ്ങനെയാണെന്ന് വെച്ചാൽ മക്കൾക്ക് എന്ത് ചെയ്യും, കുറച്ച് ചെടികളുടെയും മരങ്ങളുടെയും ഒക്കെ പേരുകൾ തരും. തെങ്ങ്, തുളസി, തേക്ക്, ചെമ്പരത്തി, മുള, അങ്ങനെ പറഞ്ഞിട്ട് ഒരുപാട് സസ്യങ്ങളുടെ ഒക്കെ പേരുകൾ തന്നിട്ട് അതിനെന്ത് ചെയ്യാൻ, ഇതേപോലെ താഴ്വേര് പടലം അതുപോലെ തന്നെ നാരുവേര് പടലം എന്ന് പറഞ്ഞിട്ട് ക്ലാസിഫൈ ചെയ്യാനായിട്ട് മക്കൾക്ക് ചോദിക്കും. അപ്പൊ മക്കൾ എന്ത് ചെയ്യുക, ആ അത്തരത്തിൽ, അതായത് നമ്മുടെ ഈ ഒരു നാരുവേര് പടലത്തിലും താഴ്വേര് പടലത്തിലും ഉൾപ്പെടുന്ന സസ്യങ്ങളുടെ പേരുകളൊന്ന് മക്കൾ എന്ത് ചെയ്യുക, ഓർത്തിരിക്കുക കേട്ടോ. മക്കൾക്ക് അറിയുന്നതായിരിക്കും, എങ്കിലും നമുക്ക് എന്ത് ചെയ്യുക, ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് പോവാം. ആദ്യം നമ്മൾ പറയുന്നത് താഴ്വേര് പടലാണ് അല്ലെ. അപ്പൊ അതിൽ ഉൾപ്പെടുന്ന സസ്യങ്ങൾ ഏതൊക്കെയാണ് നോക്കിക്കേ. മാവ് അല്ലെ, മാവ്, തേക്ക്, തുളസി, ചെമ്പരത്തി എന്നിങ്ങനെ തുടങ്ങിയിട്ടുള്ള സസ്യങ്ങളൊക്കെ ഇവിടെ ഉൾപ്പെടുന്നുണ്ട്. നമ്മുടെ താഴ്വേര് പടലത്തിലാണ് ഉൾപ്പെടുന്നത് അല്ലെ. ഇനി നേരെ നമ്മുടെ നാരുവേര് പടലത്തിലോട്ട് വന്നാൽ ഏതൊക്കെയാണ് അതിൽ ഉൾപ്പെടുന്നത് നോക്കിക്കേ. തെങ്ങ്, ചോളം, മുള, കവുങ്ങ് അല്ലെ, കരിമ്പന, അതൊക്കെ ഏതിൽ ഉൾപ്പെടും? നമ്മുടെ നാരുവേര് പടലത്തിൽ ഉൾപ്പെടും. അപ്പൊ അതിലെന്ത് ചെയ്യാം മക്കള്, കുറച്ച് ഉദാഹരണങ്ങളൊക്കെ ഒന്ന് ഓർത്തിരിക്കാം. അതുപോലെ തന്നെ മക്കൾ ഈ ഒരു ഭാഗത്ത് ഓർത്തിരിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ 2 വേര് പടലങ്ങളുടെയും പ്രത്യേകതകൾ എഴുതാനാണ് കേട്ടോ. അപ്പൊ മക്കൾക്ക് ഈ ഒരു ചിത്രം നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ തന്നെ അവയുടെ പ്രത്യേകതകൾ പറയാനായിട്ട് കഴിയും. നോക്കിക്കേ മക്കളെ, ഈ ഒരു താഴ്വേര് പടലത്തേക്ക് നോക്കിക്കേ. ഇവിടെ നമുക്ക് എന്ത് കാണാനായിട്ട് പറ്റും? ആഴത്തിലേക്ക് ഇറങ്ങി നിൽക്കുന്ന ഒരു പ്രധാന വേര് നമുക്ക് കാണാനായിട്ട് കഴിയും അല്ലെ. നമ്മുടെ നാരുവേര് പടലത്തിലോട്ട് വരുന്ന സമയത്ത് അത്തരത്തിലൊരു വേരുണ്ടോ? ഇല്ല അല്ലെ. സസ്യത്തിന്റെ കാണ്ഡത്തിൽ നിന്ന് തുടങ്ങുന്ന ഒരേപോലെയുള്ള കുഞ്ഞു കുഞ്ഞു നാരുകൾ പോലെയുള്ള വേരുകളാണ് ഇവിടെയുള്ളത്, നാരുവേര് പടലത്തിലുള്ളത്. പക്ഷെ ഇവിടെ അങ്ങനെയാണോ? അല്ല അല്ലെ. ആഴത്തിലേക്ക് ഇറങ്ങുന്ന ഒരു പ്രധാനപ്പെട്ട വേരുണ്ട്. അപ്പൊ ഈ 2 പ്രത്യേകതകൾ മക്കൾ എന്ത് ചെയ്യുക, ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. അപ്പൊ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു? 2ന്റെയും ചിത്രങ്ങൾ മക്കൾ ഓർത്തിരിക്കണം. 2 വേര് പടലങ്ങളുടെ പേരുകൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. അവയുടെ ഉദാഹരണങ്ങൾ ഓർത്തിരിക്കുക. അതുപോലെ തന്നെ 2 വേരുകളുടെയും പ്രത്യേകതകൾ എഴുതാനായിട്ട് ചോദിച്ചാൽ അതും മക്കൾ എന്ത് ചെയ്യുക, ഒന്ന് അറിഞ്ഞിരിക്കുക കേട്ടോ. ഓക്കെ മക്കളെ, പിന്നെ മക്കൾ ഈ ഒരു ഏരിയയിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് സിരാവിന്യാസത്തെ കുറിച്ച് കേട്ടോ. 2 തരത്തിലുള്ള സിരാവിന്യാസം നമ്മൾ പഠിക്കുന്നുണ്ടല്ലോ. ഏതൊക്കെയാണ്? ജാലിക സിരാവിന്യാസം, അതുപോലെ തന്നെ സമാന്തര സിരാവിന്യാസം അല്ലെ. നോക്കിക്കേ മക്കളെ, ഇത് ഏതാണ് സിരാവിന്യാസം? ജാലിക സിരാവിന്യാസമാണ് അല്ലെ. ഈ ഇലയിലുള്ളതോ സമാന്തര സിരാവിന്യാസമാണ് അല്ലെ. അതുപോലെ തന്നെ ഇവയ്ക്ക് കുറച്ച് ഉദാഹരണങ്ങളും മക്കൾ പഠിക്കണം. അതിന് മുന്നേ ടീച്ചർ മറ്റൊരു കാര്യം കൂടി പറഞ്ഞോട്ടെ. നമുക്കറിയാം അല്ലെ, താഴ്വേര് പടലമുള്ള സസ്യങ്ങളുടെ ഇലകൾക്ക് എന്ത് സിരാവിന്യാസമായിരിക്കും ഉണ്ടായിരിക്കുക?
ജാലിക സ്ഥിരവിന്യാസം ആയിരിക്കും അല്ലെ. ഒരിക്കൽ കൂടി നോക്കിക്കേ മക്കളെ, താഴ്വേരുള്ള സസ്യമാണെങ്കിൽ ആ ഒരു സസ്യത്തിന്റെ ഇലകളിൽ എന്ത് വിന്യാസം നമുക്ക് കാണാനായിട്ട് പറ്റും? ജാലിക സ്ഥിരവിന്യാസം കാണാനായിട്ട് പറ്റും അല്ലെ. അതുപോലെ തന്നെ 4 വേര് പടലമുള്ള സസ്യമാണെങ്കിലോ അതിന് എന്ത് സ്ഥിരവിന്യാസമായിരിക്കും? സമാന്തര സ്ഥിരവിന്യാസമായിരിക്കില്ലേ. അപ്പൊ ആ ഒരു കണക്ഷൻ മക്കൾ എന്ത് ചെയ്യുക, ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, രണ്ടിന്റെയും ഉദാഹരണങ്ങൾ ചോദിച്ചാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഓർത്തിരിക്കാനായിട്ട് പറ്റൂ കേട്ടോ. നോക്കിക്കേ മക്കളെ, എങ്കിൽ ജാലിക സ്ഥിരവിന്യാസത്തിന് കുറച്ച് ഉദാഹരണങ്ങൾ പറഞ്ഞേ. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഈ സസ്യങ്ങളെല്ലാം ജാലിക സ്ഥിരവിന്യാസത്തിൽ ഉൾപ്പെടുന്നതല്ലേ. നോക്കിക്കേ മക്കളെ, മാവിന്റെ ഇല ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവന്നേ. അതിന് ഏത് രൂപമാണ്? ഈ ഒരു ജാലിക സ്ഥിരവിന്യാസമാണ് ഉള്ളത് അല്ലെ. അതുപോലെ തന്നെ തേക്ക്, പിന്നെ തുളസി, ചെമ്പരത്തി, റോസ് ഒക്കെ എന്തിൽ ഉൾപ്പെടും? ഈ ഒരു ജാലിക സ്ഥിരവിന്യാസത്തിൽ ഉൾപ്പെടുന്നതാണ് അല്ലെ. ഓക്കെ മക്കളെ, ഇനി സമാന്തര സ്ഥിരവിന്യാസത്തിലോട്ട് വന്നേ. നമ്മൾ ഈ ഇലകളൊക്കെ നമ്മൾ ക്ലാസ്സിൽ ഇങ്ങനെ ചീന്തി നോക്കി പരീക്ഷണമൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കുമല്ലോ. അപ്പൊ മക്കൾക്ക് അറിയാവുന്നതായിരിക്കും. ഇതിൽ ഉൾപ്പെടുന്ന കുറച്ച് സസ്യങ്ങളുടെ പേരുകൾ പറഞ്ഞേ. നമ്മൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലെ. തെങ്ങ് ഇതേ കണക്കല്ലേ അതിന്റെ ഇലയിരിക്കുന്നത് ആണല്ലോ. അടുത്തത് ചോളം, പിന്നെ മുള, കവുങ്ങ് അല്ലെ. ഇതിന്റെ ഒക്കെ ഇലകൾ എങ്ങനെയാണ്? സമാന്തര സ്ഥിരവിന്യാസമാണ്. അതുപോലെ തന്നെ വേരുകൾ എങ്ങനെയാണ്? 4 വേര് പടലമാണ്. അപ്പൊ മക്കൾ എന്ത് ചെയ്യുക, ഈ ഒരു കണക്ഷൻ, ഈ ഒരു ലീഫും അതുപോലെ തന്നെ റൂട്ടും തമ്മിലുള്ള ആ ഒരു കണക്ഷൻ മക്കൾ എന്ത് ചെയ്യുക, ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. അത് വെച്ചിട്ട് നമുക്ക് എന്ത് തരാറുണ്ട്? ഒരു പട്ടിക നമുക്ക് തന്നിട്ട് ഫില്ല് ചെയ്യാനായിട്ട് വരാറുണ്ട്. നമ്മുടെ പാഠപുസ്തകത്തിൽ അതേ കണക്ക് ഒരു പട്ടിക കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ ഭാഗങ്ങളൊക്കെ എന്ത് ചെയ്യുക മക്കൾ ഒന്നുകൂടി മറിച്ച് നോക്കുക കേട്ടോ. ചിലപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, നേരത്തെ ടീച്ചർ പറഞ്ഞ പോലെ തന്നെ കുറച്ച് സസ്യങ്ങളുടെയൊക്കെ പേരുകൾ തന്നിട്ട് അവയെ ജാലിക സ്ഥിരവിന്യാസം എന്നോ അല്ലെങ്കിൽ സമാന്തര സ്ഥിരവിന്യാസം എന്നൊക്കെ പറഞ്ഞിട്ട് ക്ലാസിഫൈ ചെയ്യാനായിട്ട് ഉണ്ടായിരിക്കും. അപ്പൊ മക്കൾ എന്ത് ചെയ്യുക, ഈ ഭാഗം ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. പിന്നെ മക്കൾ ഈ ഒരു ഭാഗത്ത് നിന്ന് മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിച്ചിരിക്കുക. ഏതെങ്കിലും ഒരു സസ്യത്തിന്റെ പേര് തന്നിട്ട് അത് ദ്വിബീജപത്ര സസ്യമാണോ ഏകബീജപത്ര സസ്യമാണോ എന്ന് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അത് നമുക്ക് മുന്നേ ഒരു പ്രാവശ്യം ഒരു പട്ടിക എന്നുള്ള രീതിയിൽ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് ഇത് 3ഉം കൂടി ഉൾപ്പെടുത്തിയിട്ടായിരുന്നു. വേര് പടലം ഏതാണെന്നും അതുപോലെ തന്നെ സ്ഥിരവിന്യാസം ഏതാണെന്നും അതുപോലെ തന്നെ ദ്വിബീജമാണോ അല്ലെങ്കിൽ ഏകബീജപത്ര സസ്യമാണോ എന്നുള്ളത് കൂടി കണ്ടെത്താനായിട്ടുണ്ടായിരുന്നു. നോക്കിക്കേ മക്കളെ, മാവ് നമുക്കറിയാം ജാലിക സ്ഥിരവിന്യാസമാണ്. അതുപോലെ തന്നെ താഴ്വേര് പടലവുമാണ്. അത് ഏത് ബീജപത്ര സസ്യമാണ്? ഏകബീജപത്ര സസ്യമാണോ അല്ലെങ്കിൽ ദ്വിബീജപത്ര സസ്യമാണോ? ദ്വിബീജപത്ര സസ്യമാണ് അല്ലെ ഏത് മാവെന്ന് പറയുന്നത്. ഇനി തെങ്ങിലോട്ട് വന്നേ മക്കളെ, അത് ഏതാണ്? ഏകബീജപത്ര സസ്യമാണ് അല്ലെ. നമുക്കറിയാം സമാന്തര സ്ഥിരവിന്യാസമാണ്, 4 വേരുപടലമാണ്. അതിന്റെ ബീജപത്രം എങ്ങനെയാണ്? ഏക ബീജപത്ര സസ്യമാണ് ഇതെന്ന് പറയുന്നത്, തെങ്ങ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഇതുപോലെ മക്കള് ദ്വിബീജപത്ര സസ്യമാണോ ഏകബീജപത്ര സസ്യമാണോ അല്ലെങ്കിൽ ജാലിക സ്ഥിരവിന്യാസമാണോ സമാന്തര സ്ഥിരവിന്യാസമാണോ താഴ്വേര് പടലമാണോ 4 വേര് പടലമാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക മക്കളൊന്ന് ഓർത്ത് വെച്ചിട്ട് പോവാ കേട്ടോ. അതുമായിട്ട് കണക്ട് ചെയ്ത് നമുക്ക് എപ്പോഴും ചോദ്യങ്ങൾ വരാറുണ്ട്. മക്കൾ എന്ത് ചെയ്യുക, ആ ഭാഗം ഒന്ന് നോക്കിയിട്ട് പോവാ. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് നിന്ന് ചോദിക്കുന്ന മറ്റൊരു കാര്യമാണ്, നമ്മുടെ ഒരു വിത്ത് മുളച്ചിട്ട് ആദ്യം പുറത്തേക്ക് വരുന്ന ഭാഗം പിന്നീട് എന്തായിട്ടാണ് മാറുക എന്നുള്ളത്. ചിലപ്പോൾ മക്കൾക്ക് ഓപ്ഷൻ ആയിട്ട് തരും, കാണ്ഡമായിട്ട് മാറും, വേരായിട്ട് മാറും എന്നൊക്കെ പറഞ്ഞ് മക്കൾക്ക് ഓപ്ഷൻസ് തരും. ഇനി അല്ലാതെയും ചോദിക്കുക കേട്ടോ. അപ്പൊ അത് എന്തായിട്ടാണ് മാറുന്നത്? പിന്നീട് വേരായിട്ടാണ് മാറുന്നത് അല്ലെ. ആദ്യം പുറത്തേക്ക് വരുന്ന ഭാഗം എന്തായിട്ടാണ് മാറുന്നത്? വേരായിട്ടാണ് മാറുന്നത്. അതുപോലെ തന്നെ മക്കൾക്ക് എപ്പോഴും കണ്ടുവരുന്ന മറ്റൊരു ചോദ്യമാണ്, ഒരു വിത്ത് മുളയ്ക്കാൻ ആവശ്യമായിട്ടുള്ള ആഹാരം എവിടെയാണ് സംഭരിച്ചു വെക്കുക എന്നുള്ളത്. എവിടെയാണ് മക്കളെ? ബീജപത്രങ്ങളിലാണ് സംഭരിച്ചു വെക്കുക അല്ലെ. അപ്പൊ ആ ഒരു ക്വസ്റ്റ്യൻ മക്കളൊന്ന് ഓർത്തിരിക്കുക കേട്ടോ. നമുക്ക് എപ്പോഴും ആ ഒരു ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്ത് കാണാറുണ്ട്. ഓക്കെ മക്കളെ, അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ നിങ്ങളുടെ സെക്കൻഡ് ചാപ്റ്ററിൽ പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ടത്. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ഒന്നുകൂടി പറഞ്ഞു നോക്കാം അല്ലെ. ആദ്യം നമ്മൾ എന്ത് പറഞ്ഞു? 2 തരത്തിലുള്ള വേര് പടലങ്ങൾ പറഞ്ഞു, അവയുടെ പേരുകൾ പറഞ്ഞു അല്ലെ. താഴ്വേര് പടലം അതുപോലെ തന്നെ 4 വേര് പടലം പറഞ്ഞു. പിന്നെ അവയുടെ പ്രത്യേകതകൾ ഓർത്തിരിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ എന്ത് ചെയ്യാം, അവയുടെ ഒക്കെ ഉദാഹരണങ്ങൾ മക്കളൊന്ന് ഓർത്തിരിക്കുക കേട്ടോ. പിന്നെ നമ്മൾ പറഞ്ഞത് സ്ഥിരവിന്യാസത്തെ കുറിച്ചിട്ടാണ്. ജാലിക സ്ഥിരവിന്യാസം നമ്മൾ പറഞ്ഞു, അതുപോലെ തന്നെ സമാന്തര സ്ഥിരവിന്യാസം പറഞ്ഞു. അതിന്റെ ഒക്കെ ഉദാഹരണങ്ങൾ മക്കൾ എന്ത് ചെയ്യുക, ഓർത്തിരിക്കുക. പിന്നെ നമ്മൾ ഏകബീജപത്ര സസ്യമാണോ ദ്വിബീജപത്ര സസ്യമാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് മെയിൻ ആയിട്ടും കൂട്ടുകാർ രണ്ടാമത്തെ പാഠഭാഗത്ത് നിന്ന് പഠിക്കേണ്ടത് കേട്ടോ. അപ്പൊ ഇതൊക്കെ നമുക്ക് കുറെ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. അപ്പൊ മക്കൾ എന്ത് ചെയ്യുക, നന്നായിട്ട് തന്നെ പഠിക്കുക. ഇപ്പൊ നമ്മൾ EVS 2 ചാപ്റ്റേഴ്സ് റിവിഷൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യും, വരും ദിവസങ്ങളിൽ നിങ്ങളുടെ മറ്റു വിഷയങ്ങളിലെ ചാപ്റ്റേഴ്സ് ഒക്കെ ഇതേ കണക്ക് റിവിഷൻ ചെയ്യുന്നതായിരിക്കും. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക, നന്നായിട്ട് തന്നെ പഠിക്കുക. പിന്നെ ടീച്ചർ നേരത്തെ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. 4ാം ക്ലാസ്സിലെ LSS പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറാവുന്ന കൂട്ടുകാർക്ക് വേണ്ടിയിട്ടുള്ളത്. അപ്പൊ അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ലിങ്ക് ടീച്ചർ ഇവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ എല്ലാവരും നന്നായിട്ട് തന്നെ എക്സാമിന് വേണ്ടിയിട്ട് തയ്യാറെടുപ്പുകൾ നടത്തുക. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയിട്ട്
ആയിട്ടുണ്ടെങ്കിൽ ആ കാര്യം കൂടി നമ്മുടെ കമന്റ് ബോക്സിൽ പറയാനായിട്ട് മറക്കരുത്. ഓക്കെ മക്കളെ, അടുത്ത ദിവസം മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.